മരണമൊഴി വീഡിയോ ആക്കി അതിനുശേഷം ജീവനൊടുക്കിയ ജസീലയ്ക്ക് നീതി നിഷേധിക്കുകയാണോ? മരിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും തെളിവ് ശേഖരിക്കാൻ പോലും തയ്യാറാകാതെ പോലീസ്. ജസീലയ്ക്ക് നീതി ലഭിക്കാൻ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പ്രക്ഷോഭത്തിലേക്ക്. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്ത് എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ നാൽത്തടുക്കയിലെ ജസീല. അവളെ പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ആ സംഭവത്തിൽ അവളുടെ കുടുംബം ഉന്നയിക്കുന്നത്. കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്ന് ആ കുടുംബം ആരോപിക്കുന്നു. കരഞ്ഞ് നിലവിളിച്ച് തന്റെ നിരപരാധിത്വം അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ജസീലയുടെ അവസാന ദൃശ്യങ്ങൾ, ആ വീഡിയോ എങ്ങനെ മറക്കാൻ കഴിയും? ഒരിക്കൽ കൂടി കാണാം. എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തു എന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവർ ഗോൾഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറയണം. അല്ലാണ്ട് എന്നെ എന്തിനെങ്ങനെ നാണം കെടുത്തിയത്? എൻ്റെ മക്കൾക്ക് ഇത് ജീവിക്കാൻ കഴിയുക, തലവെച്ച് നടക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് അവരെന്നെ കൊണ്ടുപോകുന്നത്. എല്ലാവരും എന്നെ കൊണ്ടുപോകാൻ സത്യം തെളിയിക്കണം. ഒരു ദിവസം തെളിയുന്ന വിശ്വാസത്തോടെ ഞാനിവിടെ അവരില്ലെങ്കിൽ ഒരു ദിവസം സത്യം തെളിയുന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ പോവാ. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ പോവാ. ഞാൻ പോവുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ പോവുകയാണ്. എൻ്റെ മരണശേഷമെങ്കിലും നീതി ലഭിക്കും എന്നാണ് പ്രതീക്ഷ. അവൾ അവസാനം പറഞ്ഞു വെച്ചത് അതാണ്. എന്താണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ആ കുടുംബം ഉന്നയിക്കുന്നത്. ഈ കേസ് അട്ടിമറിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്ന് ആ കുടുംബം പറയുന്നു. മരണമൊഴി ഉൾപ്പെടെ ഉണ്ടായിട്ടും ഈ പ്രതികളെ പിടികൂടാത്തതിൽ ദുരൂഹതയുണ്ട് എന്ന് ആ അച്ഛനും ആ കുടുംബാംഗങ്ങളും പറയുന്നുണ്ട്. തെളിവ് നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആ ജസീലയ്ക്കായി നീതിക്കായി പോരാടുന്ന ആക്ഷൻ കമ്മിറ്റിയും കുറ്റപ്പെടുത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ എന്താ ഈ കേസിന്റെ സാഹചര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പോയി മേലുദ്യോഗസ്ഥരോട് ചോദിക്കൂ എന്നുള്ള ഉത്തരമാണ് നൽകുന്നത്. നിഷേധാത്മക നിലപാട് പുലർത്തുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥർ. ആക്ഷൻ കമ്മിറ്റി പറയുന്നു. അതിനിടയിൽ അന്വേഷണ ദിവസം പോയപ്പോഴാണ് ഞാൻ ഫോൺ വിളിച്ചത്. പുള്ളി പറയുന്നത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ SP നോട് ചോദിച്ചോളാം. പിന്നെ എന്തിനാ അന്വേഷണ സംഘ തലവനായിട്ട് ഇവിടെ അയാൾ നിയോഗിച്ചിനാരാ? എല്ലാ കാര്യങ്ങളും SP നോട് ചോദിക്കാനാണെങ്കിൽ SP-ൻ്റെ അടുത്ത് തിങ്കളാഴ്ച പോയിരുന്നു. ഞങ്ങൾ ആശങ്ക പറഞ്ഞിരുന്നു. പിന്നെ 13 ദിവസമായി മരണപ്പെട്ടിട്ട് ഈ സമയം വരെ പ്രതികളിലേക്ക് എത്തുകയോ പ്രതികളുടെ കയ്യിലുള്ള തെളിവുകൾ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല. മൊബൈൽ പോലുള്ള ഡിജിറ്റൽ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. കാരണം മോഷണ കുറ്റമാണ് ഒന്ന് ആരോപിച്ചിട്ടുള്ളത്. അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നൊന്ന്, ഈ 2 പവൻ സ്വർണം ഈ കുട്ടി ജസീല അഫ്രീദി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ, തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ പിന്നെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ ഈ മൊബൈലിൽ കൂടിയിട്ടല്ലേ പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ എടുക്കണമെങ്കിൽ ആ മൊബൈലൊക്കെ പിടിച്ചെടുക്കണ്ടേ? ആ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയ അഫ്രീദിൻ്റെ ഉമ്മാൻ്റെ മൊബൈൽ പിടിച്ചെടുക്കണ്ടേ? ഭർത്താവിൻ്റെ മൊബൈൽ, ഭർത്താവിൻ്റെ ഉമ്മയുടെ മൊബൈൽ, പെങ്ങളുടെ മൊബൈലൊക്കെ പിടിച്ചെടുക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ പോലീസ് പിന്നെ തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ദിവസമാണ്? മരണമൊഴിയുണ്ട്. ആ മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി പറഞ്ഞ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയ കൂടി. മാലമോഷണത്തിലെ അപമാനഭാരവും ആദൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായ ദുരനുഭവവും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഭാഗത്തുനിന്നുണ്ടായ മാനസിക സമ്മർദ്ദവുമാണ് അവൾ അന്ന് ജീവനൊടുക്കാൻ കാരണമെന്നാണ്
ജസീല കുടുംബത്തിന്റെ ആരോപണം. ആൺ സുഹൃത്ത് അഫ്രീദിനും കുടുംബത്തിനുമെതിരെയും ഗുരുതര ആരോപണമുണ്ട്. ഇവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ ജസീലയുടെ മരണത്തിന്റെ ഉത്തരവാദികളായവരെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അവരെ കയ്യിലുള്ള തെളിവ് നശിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് പോലീസ് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം അതിന് കാരണമുണ്ട്. കാരണം ഈ കേസ് ആദ്യം എത്തിയത് മോഷണ കുറ്റം എന്നുള്ള FIR ഇട്ടത് ആദൂർ പോലീസ് സ്റ്റേഷനല്ല. ആദൂർ പോലീസിൽ അനാസ്ഥ ഉണ്ടായത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രതികളുടെ കയ്യിലുള്ള തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവരെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഈ സമയം വരെ അവർ പ്രതികളിലേക്ക് എത്താത്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഞങ്ങളുടെ ഉള്ളിൽ ഉയരുന്നുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെയും മരണപ്പെട്ട ജസീലിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. ഈ ജസീലയുടെ മരണത്തിലെ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക, കുടുംബത്തിന് നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. സംഭവത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം നടത്തി കൃത്യമായിട്ടും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ആവശ്യം. സ്വർണ്ണ മോഷണത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണം. എന്നാൽ മാത്രമാണ് അവളുടെ ആത്മാവിന് സ്വസ്ഥത ലഭിക്കൂ, ശാന്തി ഉണ്ടാകൂ എന്ന് ആക്ഷൻ കമ്മിറ്റിയിലുള്ളവർ പറയുന്നു. ഇനി മുമ്പോട്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടാണ് വന്നത്. അവരിൽ നിന്ന് എന്താണോ കേൾക്കാനാണ് വന്നത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പോയി, SP-നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്ഷൻ കമ്മിറ്റി ആലോചിച്ചിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് നീതി വേണം. ഈ കുട്ടി 4ഉം 6ഉം വയസ്സുള്ള 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച ഒരു അമ്മ ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മാനസിക സംഘർഷം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ജീവൻ കളഞ്ഞത് ഈ സത്യാവസ്ഥ പുറത്തു വരാനാണ്. അതിന് പോലീസ് സഹകരിക്കുന്നില്ലെങ്കിൽ, ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ അത് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രക്ഷോഭങ്ങളും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടാവും. ജസീലയ്ക്ക് നീതി വേണം, അതുമാത്രമാണ് അവരുടെ ആവശ്യം. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അവരെ ഈ ലോകത്തിട്ടിട്ട് അവൾ മടങ്ങുമ്പോൾ എത്രമാത്രം ഭാരം അവൾ അനുഭവിച്ചിട്ടുണ്ടാകും, എത്രമാത്രം വിഷമം അവൾ അനുഭവിച്ചിട്ടുണ്ടാകും എന്നാണ് ചോദ്യം. ഫെബ്രുവരി 20-ാം തീയതിയാണ് എലിവിഷം കഴിച്ച് ജസീല ജീവൻ ഒടുക്കുന്നത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ആ ദൃശ്യം ചിത്രീകരിച്ച് അയച്ചു കൊടുക്കുകയായിരുന്നു ജസീല. അതിനുശേഷമാണ് അവളുടെ ആത്മഹത്യ. ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു വിദ്യാനഗർ പോലീസ്. വിദ്യാനഗർ പോലീസാണ് നിലവിൽ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. ആരന്വേഷിച്ചാലും അത് പോലീസിനെ തന്നെ രക്ഷപ്പെടുത്താനാണെങ്കിൽ പോലും ആദൂർ പോലീസിന്റെ വീഴ്ചയെ മറയ്ക്കാനാണോ ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുന്നത് പോലെ? അങ്ങനെയാകരുത്. നീതി വേണം. ചെയ്യാത്ത കുറ്റത്തിന് അപമാനം ഏറ്റുവാങ്ങിയാണ് ആ പെൺകുട്ടി ജീവനൊടുക്കിയത്. ഇനിയെങ്കിലും മരണശേഷമെങ്കിലും അവൾ ആ മരണമൊഴിയിൽ പറഞ്ഞതുപോലെ ഞാൻ ഈ ദുനിയാവിലില്ലാത്ത സമയത്തെങ്കിലും എനിക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അവൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.